മലപ്പുറത്ത് നിന്ന് വലിയ ഞെട്ടലും നടുക്കവും ബാക്കിയാക്കിയ ഒരു വാർത്ത കേട്ടു. ഒരു 14 വയസ്സുകാരി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. അതിൽ പിടികൂടപ്പെട്ടത് +2കാരനായ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ അതിന്റെ ഒരു ഞെട്ടലായിരുന്നു ഇന്നലെ. എങ്ങനെ ആണ് ഈ കുട്ടികൾക്ക് ഇതൊക്കെ സാധിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് ഈ പെൺകുട്ടിയെ കാണാതായിരുന്നു. ബോഡി കിട്ടുന്ന അടുത്ത ദിവസം റെയിൽവേ ട്രാക്കിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു വാർത്ത സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ചിന്തിക്കുകയും നമ്മളൊക്കെ ഒരുപാട് എങ്ങനെയാണ് ഈ പുതിയ കുട്ടികൾ പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവർ ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിൽ എന്തൊക്കെ നടക്കുന്നു, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള കുറേ ചോദ്യങ്ങൾ ഇന്നലെ സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ വന്ന ഒരു ദിവസം കൂടിയായിരുന്നു. ഏതായാലും ആ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടക്കുമ്പോഴാണ് എങ്ങനെ ഈ കുട്ടി കൊല്ലപ്പെട്ടതെന്ന കാര്യത്തിൽ പൂർണ്ണമായൊരു വ്യക്തത വരൂ. അതേസമയം ഈ സുഹൃത്ത് +2 വിദ്യാർത്ഥിയായ സുഹൃത്തിനെ ജുവനൈൽ ജസ്റ്റിസ് കോടതിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും. യെസ്, അപ്പോൾ വിവരങ്ങൾ നൽകുക ജംഷീർ കൊടിഞ്ഞിയാണ്. ജംഷീർ, ഇന്നലെ കേരളക്കാരെ ആകെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഇത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്നുള്ള പ്രാഥമിക വിവരങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റു വിവരങ്ങൾ കൂടി ലഭിക്കും. അപ്പം കേസുമായി ബന്ധപ്പെട്ടപ്പോൾ കസ്റ്റഡിയിലുള്ള ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുന്ന പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്നെന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്നത്? ജിൽസിയാൻ സൈഫു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന്റെ വാർത്ത തന്നെയായിരുന്നു ഇന്നലെ മലപ്പുറത്ത് നിന്ന് വന്നതെന്ന് പറയട്ടെ. അതിൽ കൊല്ലപ്പെട്ട കുട്ടി 14കാരിയും പിടിക്കപ്പെട്ടയാൾ 16കാരനുമാണ് എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മയൊക്കെ ഏറെ വേദനിപ്പിച്ച ഒരു കാര്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ പെൺകുട്ടിയും ഈ ആൺസുഹൃത്തും തമ്മിൽ നേരത്തെ തന്നെ സൗഹൃദത്തിലായിരുന്നു എന്ന് ആണ് അറിയാൻ കഴിയുന്നത്. അത് പിന്നീട് പെൺകുട്ടിയുടെ വീട്ടുകാർ ഇടപെട്ട് പോലീസ് സ്റ്റേഷനിലെത്തി മധ്യസ്ഥ ചർച്ചയിൽ അത് ഇനി ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും ഇനി അത്തരത്തിൽ സൗഹൃദം ഉണ്ടാകരുതെന്ന് താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. വ്യാഴാഴ്ച രാവിലെ സഹോദരിക്കൊപ്പം സ്കൂളിലേക്ക് വന്നതാണ് ഈ പെൺകുട്ടി. അതിനുശേഷമാണ് സ്കൂളിൽ നിന്ന് ഈ 16കാരനായ സുഹൃത്തിനൊപ്പം പോകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് വൈകുന്നേരം 6 മണിക്ക് ഫോണിൽ അമ്മയെ വിളിച്ച് താൻ വീടിന് സമീപം കൊണ്ട് വരാമെന്ന് പറഞ്ഞു. പിന്നീട് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ തന്നെ അമ്മ കുടുംബം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പോലീസ് ഈ ഫോൺ കോൾ ട്രേസ് ചെയ്തുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം നടത്തിയത്. അപ്പോൾ തന്നെ ഇവർ ഈ മൃതദേഹം കണ്ടതിന് സമീപമുള്ള വാണിയമ്പലത്തെ തൊടികപുരം റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് എത്തി അന്വേഷണം നടത്തിയെങ്കിലും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല, രാത്രി കൂടി ആയതുകൊണ്ട് തന്നെ. പക്ഷെ ആ സമയത്തെല്ലാം തന്നെ ഈ ആൺസുഹൃത്ത് ആ പരിസരത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ റെയിൽവേ സ്റ്റേഷനിൽ അയാൾ ഉണ്ടായിരുന്നു. പോലീസിനെ കണ്ട് പിന്നെ അവിടെ നിന്നാണ് ഭയന്ന് ഏതാണ്ട് ഈ മൃതദേഹത്തിന്റെ അരികിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു വീട്ടിൽ പോയി അവിടെ വെള്ളം ചോദിച്ചത്. ഈ വെള്ളം ചോദിക്കുന്ന സമയത്ത് തന്നെ വീട്ടുകാർക്ക് ചില സംശയമുണ്ട്. കാരണം പരിഭ്രമനായിക്കൊണ്ടാണ് ഇയാൾ വരുന്നതും ഒക്കെ. അപ്പോൾ ഇയാൾ പറഞ്ഞത് അവിടെ വണ്ടൂരിലൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ്, തനിക്ക് വീട്ടിലേക്ക് പോകാൻ വഴിയില്ല, പണമില്ലാത്തത് കൊണ്ട് കുടുങ്ങി കിടക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചതെന്ന് പറയുന്നത്. അന്ന് രാത്രി തന്നെ പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിരുന്നു. കാരണം നേരത്തെ തന്നെ ഈ ആൺസുഹൃത്തുമായി ഈ പെൺകുട്ടിക്ക് സൗഹൃദം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ രാത്രി കൂടെ തന്നെ ഏതാണ്ട് പോലീസ് ഈ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ കൃത്യമായ ഒരു ആദ്യഘട്ടത്തിൽ നൽകിയില്ല. പരസ്പര വിരുദ്ധമായ വിവരമാണ് ഇയാൾ നൽകിയത്. പലയിടങ്ങളിൽ കണ്ടു, പിന്നീട് ഞങ്ങൾ പിരിഞ്ഞുപോയി, അങ്ങനെ ആ രീതിയിലാണ് പറഞ്ഞത്. എന്നാൽ ഇന്നലെ രാവിലെയോടുകൂടി ഈ യുവാവിനെ ഈ 16കാരനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് എന്നുള്ളതാണ്. ഈ കൊലപാതകം നടന്ന സ്ഥലം ഈ നേരത്തെ സൂചിപ്പിച്ച ഈ തൊടുകപ്പാലം റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള പുള്ളിപ്പാടം റെയിൽവേ ട്രാക്കിന്റെ മുകൾ ഭാഗത്തുള്ള ഒഴിഞ്ഞ കുറ്റിക്കാട്ടിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയിരുന്നത് എന്നുള്ളതാണ്. മൃതദേഹത്തിന്റെ കൈകൾ മുന്നിലേക്ക് വസ്ത്രം ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ ഉള്ള വിവരം എന്ന് പറയുന്നത് ഈ 16കാരൻ നൽകിയ മൊഴിയാണ്. 16കാരൻ തന്നെ പോലീസിന് നൽകിയ മൊഴി ലൈംഗികമായി ഉപദ്രവത്തിന് ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള മൊഴിയാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും എങ്ങനെയാണ് കൊലപാതകം നടന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കൊലപാതകം നടന്ന മരണകാരണം എന്താണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വലിയ ഞെട്ടലും നടുക്കവും ബാക്കിയാക്കുന്ന ഒരു സംഭവമാണ്. ഒരു 16കാരനായ ആൺകുട്ടിയാണ് 14 വയസ്സ് മാത്രമുള്ള തന്റെ സുഹൃത്തിനെ ബലാത്സംഗം ചെയ്തതിനു ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്.